ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് കേട്ടോ. ഈ തൂങ്ങി കിടക്കുന്ന ചക്കയിൽ നിന്ന് തുടങ്ങാം ഇന്നത്തെ വ്ളോഗ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അവസാനം ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഗാർഡൻ എന്ന് പറയുമ്പോൾ അത്ര വലിയ സംഭവം ഒന്നല്ല കേട്ടോ. എന്നാലും ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ് രാശൂട്ടൻ്റെ ബാറ്റ്. അപ്പം മുതൽ ആൾ അത് പിടിച്ച് കളിയാണ്. അപ്പോൾ ഇന്നലെ എന്നോട് പ്രോമിസ് ചെയ്തതാണ് നാളെ 10 ഓവർ, അതായത് 60 ബോൾ എറിഞ്ഞു കൊടുക്കണമെന്ന്. മാത്രമല്ല ഗൗരിക്കുട്ടിക്ക് സ്കൂള് തുറന്നതുകൊണ്ട് ആൾ ഒറ്റക്കാണ്. പിന്നെ അവൻ്റെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനും ഒപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം നമ്മൾ മുൻവശത്തു നിന്ന് കളിച്ചു. പിന്നെ ബോള് അതിർത്തി വിട്ട് കടന്നു പോകുന്നത് കണ്ടപ്പോൾ നേരെ പുറകോട്ട് പോയി. അവിടുന്ന് ബോൾ എറിഞ്ഞു കൊടുക്കുമ്പോഴാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഈ 60 ബോളെന്ന് വെച്ചാൽ അവൻ അടിക്കുന്ന ബോള് മാത്രമേ എണ്ണത്തിൽ കൂട്ടൂ പോലും. അതുകൊണ്ട് തന്നെ ഒരു 60 എണ്ണം ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു 120 ബോൾ എറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ അവസാനത്തെ ബോളും കഴിഞ്ഞത് ആൾ ഇച്ചിരി ഷോക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ട്. ഇനി നേരെ ഉള്ളിലേക്കാണ്. അല്പം കാറ്റ് കൊണ്ട് വിശ്രമിക്കാം എന്ന് വിചാരിച്ചിട്ടല്ല, ഒരു വലിയ പണിയുണ്ട് നമുക്ക്. അതായത് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. ഈ വരുന്ന 16-നും 19-നൊക്കെ നമുക്ക് ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കഠിന പരിശ്രമത്തിലാണ്. കാരണം ഇത്രയും നാളും ഒരുപാട് തിരക്കുകളൊക്കെ ആയിപ്പോയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്കൂൾ പൂട്ടിയത് തൊട്ട് അത്യാവശ്യം പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. ആശുക്കുട്ടനും ഉണ്ട് നമ്മൾ ഈ പരിപാടിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവനെയും കൂടി ഇതവിടെ നിർത്തിച്ച് വെക്കുന്നത്. ഡാൻസൊക്കെ കഴിഞ്ഞതാ തളർന്ന് ആ ഷൂട്ടിന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാ എല്ലാവരുടെ വീട്ടിലെയും പോലെ നമുക്കും കൊണ്ടൊരു അപ്പപ്പെട്ടിയത്, അതിന് സാധനങ്ങളൊക്കെ എടുത്ത് തിന്നുകയാണ്. അപ്പോഴാണ് ഇന്നലെ നമ്മൾ പോയപ്പോൾ വാങ്ങിയ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആശുട്ടൻ പറഞ്ഞത്. അതായത് പുഡിംഗ് ആണ്. സംഭവം സിമ്പിളാണ്. അതിൻ്റെ മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതൊന്ന് ആക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊന്ന് തുറക്കാൻ നോക്കിയല്ലേ, പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ടോപ്പറും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടോപ്പർ കാണാത്തത് കൊണ്ട് തന്നെ ഞാനത് മൊത്തം കീറി പറിച്ച് ഒരു ഇതാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ആ ടോപ്പർ അതിൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. മേലെ വെക്കുന്നത്. നമുക്ക് തുടങ്ങാം. ആദ്യം വേണ്ടതാണ് ഈ നല്ല പുഡിങ്ങിന് വേണം. നല്ല പുഡിങ്ങിന് വേണം. അപ്പോൾ നേരെ നമ്മൾ പാലൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പാലിലേക്ക് ഈ പൊടി ഇട്ട് മിക്സ് ചെയ്യേ വേണ്ടു. കുറച്ചല്ല, ഫുള്ള് ഇട്ടോളൂ. ഫുള്ളോ? പൊട്ടി ഫുള്ള് ഇടണോ? ഞാനിടട്ടെ അമ്മ? പുറത്തേക്ക് ഇട്ടേക്കല്ലേ, ശരിക്കും ഉള്ളിൽ തന്നെ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നല്ല മഞ്ഞ മാംഗോ ജ്യൂസ് പോലെയുണ്ട്. ഇപ്പൊ തന്നെ ഒരു പുഡിങ്ങിന്റെ ആ ഷേപ്പ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി പാല്. പിന്നെ ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ട് ചൂടാക്കണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് നമ്മളെ മൗൾഡിലേക്ക് ഒഴിക്കാവുന്നതാണ്. മോൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടി. പ്രത്യേകിച്ച് എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ മോന് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കാര്യത്തിനും വന്നിട്ട് കൂടെ ഉണ്ടാവും. ഇപ്പോൾ 2 ദിവസമായി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മക്ക് പോകണോ, ജോലിക്ക് പോകണോ എന്ന്. കാരണം കളിക്കാൻ ഇപ്പോൾ ചേച്ചിയില്ലല്ലോ. ചേച്ചിക്ക് സ്കൂള് തുറന്നു. അതുകൊണ്ടൊരു കുഞ്ഞു ബോറടി. എന്തായാലും അവൻ്റെ കൂടെ തന്നെ ഉണ്ട്. മണമുണ്ടാവുമല്ലോ കൂടാ. നാളെ മുട്ടിക്കാൻ ഇനി ഉണ്ടോ? എന്നാ നാളെ മുട്ടിക്കൂടെ? അവിടെ പാത്രം ഉണ്ടായി. നമുക്ക് ഒഴിച്ചു നോക്കാം. നമ്മൾ ആദ്യം പുഡിംഗ് ആണ്. ഒരു 4 പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒഴിച്ച് വെച്ച് നമ്മൾ ആ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് വെച്ചോ. ഇതിൻ്റെ അകത്ത് വെക്ക്. ഓക്കെ, ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ആശുട്ടന് കൊതി ഉണ്ടെങ്കിലും ചേച്ചിക്കുട്ടി വന്നിട്ട് തുറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം പിടിച്ച് നിൽക്കുകയാണ്. ഇനി സ്കൂൾ പൂട്ടിയാൽ കുറച്ച് നേരം എന്തെങ്കിലും വായിക്കൊക്കെ വേണ്ടേ. അതുകൊണ്ട് മോനൊരു കളിക്കുടുക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ചെയ്യാണ് ആളിപ്പോൾ. ഒരു ദിവസം ജിനുവും റോബിയും ഇത് വായിക്കണോ? അത്യാവശ്യം വായിക്കാനൊക്കെ അറിയാം, എന്നാലും ഞാനും കൂടി ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ എന്തു പറഞ്ഞാലും ചെയ്തോളും, അങ്ങനെ വാശിയും കാര്യമൊന്നും ഇല്ലാത്ത കുട്ടിയാണ്. കടലാസ് മുറിക്കാറുള്ളത് ഏതാണെന്ന് പറയൂ. അപ്പോൾ രാവിലെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പണികളൊക്കെ ആയിട്ട് നേരം അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയതാ നമ്മുടെ ഗൗരിക്കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്കുട്ടി വന്നാൽ ആദ്യം തന്നെ നമ്മുടെ പുഡിങ് എടുക്കണമല്ലോ, അപ്പോൾ അത് വേഗം പോയിട്ട് എടുത്തിട്ടുണ്ട്. ചെറുങ്ങനെ വരുന്ന അമ്മ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സമോസ അടയ്ക്കടയ്ക്ക് ഒരു മിനിറ്റ് ഞാൻ ടേസ്റ്റ് നോക്കട്ടെടാ. ഞാൻ തന്നെയാണ് ആദ്യം ടേസ്റ്റ് നോക്കിയത്. എനിക്ക് പൊതുവേ ഐസ്ക്രീമും ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എൻ്റെ മുഖം അങ്ങനെ. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി. നല്ല തണുപ്പുണ്ട്. അന്ന് ചവക്കാൻ തന്നെ പറ്റുന്നില്ല. അവർ നേരെ അമ്മമ്മക്കും വായിൽ വെച്ച് കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ സാധനം കൊള്ളാട്ടോ. അടുത്തതും ദാശൂട്ടനും കരിക്കുട്ടിയും വേഗം അകത്താക്കിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു വൈകുന്നേരത്തെ ചായ കൂടി. ഈ കിടന്ന് തിളക്കുന്നത് വെല്ലമാണ്, നമ്മൾ വെല്ലം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കലക്കിയിട്ട് തേങ്ങയിലേക്ക് ഒഴിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അമൃതം പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അമൃതം പൊടി വെച്ചിട്ട് ഉണ്ടയാക്കാനായിരുന്നു അമ്മയുടെ പ്ലാൻ. അമൃതം പൊടി വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടയാക്കാറൊക്കെ ഉണ്ട്. മാത്രമല്ല അത് നല്ല ഹെൽത്തി ആണല്ലോ. ഉണ്ട മാത്രമല്ല, അമൃതം പൊടി വെച്ചിട്ട് നമ്മുടെ പുട്ടൊക്കെ ആക്കാറുണ്ട് ഇവിടെ. അപ്പോൾ ഏതായാലും നമുക്കിത് ആ ഉണ്ടയൊക്കെ ഒന്ന് ഉരുട്ടി വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയി. അപ്പോൾ വീഡിയോ പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചേച്ചിയുടെ മോളുടെ ഒരു കോള് വന്നത്. അതായത് അവർ ബീച്ചിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗൗരിക്കുട്ടി ആശുട്ടനും കൂടി പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ടുണ്ട് രണ്ടാളും. അപ്പോൾ നേരത്തെ നമ്മൾ ആക്കി വെച്ച പുഡിങ്ങൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ അവർ ഏതായാലും പോയിട്ട് വരട്ടെ, നമുക്ക് നമ്മുടെ അടുത്ത പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കാം. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇനി ബൈ.